കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ അധികാരമേറ്റു. സെക്രട്ടേറിയറ്റിൽ പോയി തന്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത ശേഷം സോഷ്യൽ മീഡിയ വഴിയും അദ്ദേഹം അക്കാര്യങ്ങളെല്ലാം തന്നെ തുറന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരും മലയാളികളും എല്ലാവരും ഒരേപോലെ അഭിനന്ദിച്ചാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി എന്ന ചുമതല കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയായി 13ാമത് മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ വി.ഡി. സതീശൻ അധികാരമേറ്റപ്പോഴും വലിയ രൂപത്തിലുള്ള വിമർശനവും ഒരു ഭാഗത്ത് നൽകുന്നുണ്ട്. കെ.സി.യെയും ചെന്നിത്തലയും എല്ലാം മറികടന്ന് വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രിയായത്. അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളും യു.ഡി.എഫിനുള്ളിൽ നടന്നിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നിരുന്നാലും ഒറ്റ സഖ്യമായതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും തന്നെ വി.ഡി. സതീശനെയും പിന്തുണച്ച് രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ മറുഭാഗത്തു നിന്നുള്ള പ്രസ്താവന എന്താണെന്ന് കേൾക്കാനും പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും വി.ഡി. സതീശനെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയാകുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വി.ഡി. സതീശനെ പറ്റി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയും പ്രേക്ഷകർ കുറച്ച് നാളുകളിൽ കാത്തിരിക്കുകയായിരുന്നു. കാരണം പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് വലിയ രൂപത്തിലുള്ള ഒരു പ്രസ്താവന ഒന്നും തന്നെ പരാജയത്തിന് ശേഷം പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനും വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനെ പറ്റി എന്താണ് പറയുന്നത് എന്നറിയാനും പ്രേക്ഷകരും കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങളെ പറ്റിയെല്ലാം തന്നെ വി.ഡി. സതീശൻ തുറന്നു പറഞ്ഞപ്പോൾ തിരിച്ച് മറുപടിയുമായി പിണറായി വിജയനും രംഗത്തൊരുകയാണ്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ വി.ഡി. സതീശനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്കും അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനും തുടങ്ങുകയാണ്. മുൻ സർക്കാരുകൾ ആരംഭിക്കുകയും പിന്തുടരുകയും ചെയ്ത ജനകീയ പദ്ധതികളും ക്ഷേമ പദ്ധതികളും പുതിയ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യാശിക്കുന്നു എന്നും അത്തരം ഇടപെടലുകൾ കൃത്യമായ പിന്തുണ ഉറപ്പ് നൽകുന്നു എന്ന കാര്യത്തിലും പിണറായി വിജയൻ ഉറപ്പ് നൽകിയും രംഗത്ത് വന്നിരിക്കുകയാണ്. മുൻ സർക്കാർ ചെയ്തതൊന്നും തന്നെ നിർത്തില്ല എന്നും അതെല്ലാം തന്നെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ കേരളം നിലനിൽക്കൂ എന്ന പ്രസ്താവനയും വി.ഡി. സതീശൻ ഇതിനോടകം മറുപടിയുമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇത്തരത്തിൽ ഒരു ഐക്യദാർഢ്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള പ്രശ്നമൊന്നുമില്ലാതെ തന്നെ കേരളത്തിന് വലിയ രൂപത്തിലുള്ള വളർച്ച നമുക്ക് കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വി.ഡി. സതീശൻ ആയിരുന്നോ അതോ പിണറായി വിജയനാണോ കേരളം മുന്നോട്ട് കൊണ്ടുപോകാനും കേരളത്തിനെ മുന്നോട്ട് നയിക്കാനും കറക്റ്റായിട്ടുള്ള ഉദ്യോഗ്യമായിട്ടുള്ള ആളെ എന്ന കാര്യത്തിൽ ആരാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.